ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 കെമിസ്ട്രിയിലെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചെറിയ ടോപ്പിക്കാണ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് നമുക്കറിയാം, എസ് ബ്ലോക്കിൽ ഉള്ളത് 2 ഗ്രൂപ്പുകളിലുള്ള എലമെൻറ്റുകളാണ്. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് ആൽക്കലി മെറ്റൽസ് എന്നാണ്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻഷ്യം. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് നമ്മൾ വിളിക്കുന്ന സെക്കൻഡ് ഗ്രൂപ്പിൽ ഉള്ള എലമെൻറ്റുകളാണ് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഈ 2 ഗ്രൂപ്പുകളിലുള്ള എലമെൻറ്റുകളെ കുറിച്ചാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകളെ നമ്മൾ വിളിക്കുന്നത് ആൽക്കലി മെറ്റൽസ് എന്നാണ്. ഇവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം NS1 എന്നാണ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളെ നമ്മൾ വിളിക്കുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. ഇവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 എന്നുമാണ്. അതുകൊണ്ട് തന്നെ എസ് ബ്ലോക്കിൻ്റെ പൊതുവായ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS1 to 2 ആണ്. NS1 stands for alkali metals and NS2 for alkaline earth metals. Hence, the S block consists of first and second group. Hence, the general electronic configuration of S block is NS1 to 2. ഈ ചാപ്റ്ററിലേക്ക് കയറുമ്പോൾ നമ്മുടെ പ്രധാനമായൊരു ഓർമ്മയിൽ ഉള്ളത് ലിഥിയവും മഗ്നീഷ്യവും തമ്മിലും ബെറിലിയവും അലൂമിനിയവും തമ്മിലും ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നതാണ്. ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ എടുത്ത് പറയുന്ന ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ്. ആ ഡയഗണൽ റിലേഷൻഷിപ്പ് ഈ ചാപ്റ്ററിൽ നമ്മൾ വിശദമായി പഠിക്കും. ഏതൊരു ഗ്രൂപ്പിലും നമ്മൾ പഠിക്കുമ്പോൾ പറയുന്ന ട്രെൻഡുകൾ അറ്റോമിക് സൈസ് ആൻഡ് അയോണിക് റേഡിയസ്. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് ഈ 2 ഗ്രൂപ്പുകളിലും ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും ഡൗൺ ഇൻ ദ ഗ്രൂപ്പ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് ഇൻക്രീസസ്. ജനറൽ ട്രെൻഡായിട്ട് നമുക്ക് പറയാനുള്ള 2 ഗ്രൂപ്പുകളിലും ഒരേ ട്രെൻഡാണ് അറ്റോമിക് സൈസ്. അയണൈസേഷൻ എൻതാൽപ്പിയും സെയിം. താഴേക്ക് പോകും തോറും ആട്ടത്തിൻ്റെ സൈസ് കൂടി വരുന്നത് കൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞ് വരും. ഡൗൺ ഇൻ ദ ഗ്രൂപ്പ്സ് of these 2, ionization enthalpy decreases. Similarly, electronegativity. Down in a group, we know the general trend is electronegativity decreases. Here also electronegativity decreases. It means down in the group, electropositivity increases. And melting point and boiling point. Here, in both these 2 groups, melting and boiling points decreases down the group. That is, the first member have the highest melting and boiling point. And what about the density? Generally talking, നമുക്ക് പറയാം ഈ 2 ഗ്രൂപ്പിലും താഴോട്ട് പോകും തോറും ഡെൻസിറ്റി ഇൻക്രീസസ്. താഴേക്ക് ഡെൻസിറ്റി കൂടി വരും. അങ്ങനെ വരുമ്പോൾ ഡെൻസിറ്റി കൂടി വരുമ്പോൾ ഏറ്റവും കൂടിയ ഡെൻസിറ്റി ഉണ്ടാകേണ്ടത് സീസിയത്തിൽ. ഫ്രാൻഷ്യം നമുക്കറിയാം റേഡിയോ ആക്റ്റീവാണ്. അതുകൊണ്ട് തൽക്കാലം ഫ്രാൻഷ്യത്തെ നമ്മൾ പ്രോപ്പർട്ടികളിൽ നിന്ന് തൽക്കാലം മാറ്റി വെക്കുന്നു. അപ്പോൾ സീസിയം, പിന്നെ റുബീഡിയം, പിന്നെ വരേണ്ടത് പൊട്ടാസ്യം ആണെങ്കിലും ദർ ഈസ് ആൻ അനോമലി. ഈ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ സോഡിയത്തിന് പൊട്ടാസ്യത്തെക്കാൾ ഡെൻസിറ്റി കൂടുതലുണ്ട്. മറക്കരുത്, ഡൗൺ ഇൻ എ ഗ്രൂപ്പ്, ഡൗൺ ഇൻ ഫസ്റ്റ് ഗ്രൂപ്പ് ഡെൻസിറ്റി ഇൻക്രീസസ്, ബട്ട് ദർ ഈസ് ആൻ അനോമലി ഇൻ ദ കേസ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. എൻട്രൻസ് പരീക്ഷകൾക്ക് എടുത്ത് ചോദിക്കുന്ന ഒന്നാണത്. അതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ, സോഡിയം ഈസ് ഡെൻസർ ദാൻ പൊട്ടാസ്യം. സിമിലർലി ഹൈഡ്രേഷൻ എൻതാൽപ്പി ഈ 2 ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും താഴോട്ട് പോകും തോറും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവയുടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറഞ്ഞേ വരും. ഒന്നാമത്തെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അയോണുകൾ നമുക്കറിയാം മോണോ വാലൻ്റ് ആണ്. Li+, Na+, K+, Rb+, Cs+. എന്നാൽ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അത് Be2+, Mg2+, Ca2+, Sr2+, Ba2+, Ra2+ എന്നിങ്ങനെയാണ്. ഇവിടെ താഴോട്ട് പോകും തോറും ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരും. That is, the first member of each group have the highest hydration enthalpy. So for the first group, hydration enthalpy is of the order Li+,
Na plus, K plus, Rb plus, and the lowest one stands for Cesium plus. So highest hydration is for the first member, and goes as we move down, hydration enthalpy decreases for first and second group elements. Similarly, reducing property. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടിക്കൂടി വരും. സോ അങ്ങനെ വരുമ്പോൾ റെഡ്യൂസിങ് പ്രോപ്പർട്ടിയിൽ ഏറ്റവും മുമ്പിലുണ്ടാവേണ്ടത് ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ഫ്രാൻഷ്യത്തെ മാറ്റിവെച്ചാൽ അത് സീസിയം തന്നെയാണ്. പിന്നെ റുബീഡിയം, പൊട്ടാസ്യം, സോഡിയം, ലിത്തിയം ലോവസ്റ്റ് വരേണ്ടത്. എന്നാൽ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് ലിത്തിയത്തിനാണ് കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ളത്. എന്തുകൊണ്ടാണ് ലിത്തിയത്തിന് ഏറ്റവും ഉയർന്ന റെഡ്യൂസിങ് പ്രോപ്പർട്ടി കിട്ടിയത്? നോക്കൂ, റെഡ്യൂസിങ് പ്രോപ്പർട്ടിയുടെ ഓർഡർ എടുത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ഓർഡർ. ലിത്തിയം ദ ഹയസ്റ്റ്, പിന്നെ ഓർഡറിൽ മാറ്റമൊന്നുമില്ല. സീസിയം, റുബീഡിയം, പൊട്ടാസ്യം, സോഡിയം. ഡൗൺ ഇൻ എ ഗ്രൂപ്പ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഇൻക്രീസസ് എന്നതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ലിത്തിയത്തിന് എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ കിട്ടിയത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് ഹയസ്റ്റ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. സബ്ലിമേഷൻ എൻതാൽപ്പിയും അയണൈസേഷൻ എൻതാൽപ്പിയും ഉണ്ടാക്കുന്ന മാറ്റം അത് ഹൈഡ്രേഷൻ എൻതാൽപ്പി കൊണ്ട് മറികടക്കുന്നു ലിത്തിയം. അതുകൊണ്ട് റെഡ്യൂസിങ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ലിത്തിയം ഈസ് ദ ടോപ്പസ്റ്റ്, ലിത്തിയം ഈസ് ദ ഹയസ്റ്റ്. നിങ്ങൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചപ്പോഴും ഏറ്റവും ആദ്യം പറഞ്ഞ പേര് ലിത്തിയത്തിൻ്റെതായിരുന്നു. യഥാർത്ഥത്തിൽ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതിന് കാരണം വളരെ ഉയർന്ന ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് ലിഥിയമാണ് അതിന് കാരണം എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ എൻട്രൻസ് പരീക്ഷകൾക്കും ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കും എടുത്ത് ചോദിച്ചേക്കാവുന്ന ഈ രണ്ട് പ്രോപ്പർട്ടികൾ, ഹൈഡ്രേഷൻ എൻതാൽപ്പിയും അതുപോലെ റെഡ്യൂസിങ് പ്രോപ്പർട്ടിയും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. തുടർന്ന് നമുക്കറിയാം ഈ രണ്ട് ഗ്രൂപ്പുകളിലുള്ള എലിമെൻറ്റുകളും ക്യാരക്ടറിസ്റ്റിക്സ് കളർ ഫോർ ഫ്ലെയിം തരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിൽ ലിത്തിയം ഫ്ലെയിമുകൾക്ക് കാര്യമായി കളർ തരുന്നില്ലെങ്കിലും സോഡിയത്തിന് നമുക്കറിയാം യെല്ലോ കളറാണ് സോഡിയം തരുന്നത്. പൊട്ടാസ്യം വയലറ്റ് കളർ തരുന്നു, റുബീഡിയം ക്രിംസൺ റെഡ് തരുന്നു. അങ്ങനെ ഇവരെല്ലാം തന്നെ ഫ്ലെയിമുകൾക്ക് കൃത്യമായ നിറം തരുന്നു. സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ബെർലിയവും മെഗ്നീഷ്യവും കാര്യമായിട്ട് ഫ്ലെയിം കളറേഷൻ തരുന്നില്ല. ഈ ലിത്തിയം, ബെർലിയം, മെഗ്നീഷ്യം എന്നിവ ഫ്ലെയിം കളറേഷൻ തരാത്തതിന് കാരണം ഇവ ചെറിയ കൂട്ടത്തിൽ ചെറിയ ആറ്റങ്ങളുള്ള എലമെൻറ്റുകളാണ്. അതുകൊണ്ട് ഇവയുടെ ഔട്ടർ ഇലക്ട്രോണുകൾ എക്സൈറ്റ് ചെയ്യപ്പെടാൻ ബുദ്ധിമുട്ടാണ്, അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലുള്ളവരായതുകൊണ്ട്. എന്നാൽ വലുതാകും തോറും അത് സാധ്യത കൂടുന്നു. കാൽഷ്യത്തിന് നമുക്കറിയാം, കാൽഷ്യം സാധാരണ ബ്രിക്ക് റെഡ് കളർ തരുമ്പോൾ സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ് കളർ തരുന്നു. ബേറിയം ആപ്പിൾ ഗ്രീൻ കളറാണ് സാധാരണയായിട്ട് ഫ്ലെയിമിന് തരുന്നത്. ഈ മൂന്ന് ഫ്ലെയിം കളറേഷനുകളും ഇവിടെ മൂന്നെണ്ണവും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഇവയാണ് രണ്ട് ഗ്രൂപ്പുകളുടെയും ജനറൽ പ്രോപ്പർട്ടികൾ. ഞാൻ ആൽക്കലി മെറ്റലുകളുടേതും ആൽക്കലൈൻ എർത്ത് മെറ്റലുകളുടെയും ഡിഫറൻ്റായി പറയാതെ ജനറൽ പ്രോപ്പർട്ടികൾ ഒരുമിച്ച് പറഞ്ഞു വെച്ചതാണ്. ഇനി നമ്മൾ ഒന്നാം ഗ്രൂപ്പിലേക്ക് ഒതുങ്ങുകയാണ്. ആൽക്കലി മെറ്റൽസ്, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ആരൊക്കെയാണ് ആൽക്കലി മെറ്റലുകൾ അഥവാ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകൾ? ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻഷ്യം. ഇവരാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകൾ. ഇവയുടെ കെമിക്കൽ റിയാക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒന്നാം ഗ്രൂപ്പ് എലമെൻറ്റുകളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഇവയുടെ ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും. സാധാരണ കെമിക്കൽ റിയാക്ഷനുകളിൽ ഒരു ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനാണ് ഇവ കൂടുതൽ പ്രവണത കാണിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷനിലേക്ക് വരുമ്പോൾ വിത്ത് എയർ, വായുവുമായുള്ള പ്രവർത്തനം ശ്രദ്ധിച്ചേക്കുക. വായുവുമായുള്ള പ്രവർത്തനത്തിൽ, എയറുമായുള്ള പ്രവർത്തനത്തിൽ, എയറിൽ പ്രധാനപ്പെട്ട റിയാക്റ്റൻറ്റുകൾ നമുക്കറിയാം. ഏറ്റവും കെമിക്കൽ ആക്ടിവിറ്റിയുള്ള ഓക്സിജനും ആക്ടിവിറ്റി കുറഞ്ഞ നൈട്രജനുമാണ് ദ മേജർ ഇൻഗ്രീഡിയൻസ് പ്രസൻറ്റ് ദർ ഇൻ ദ അറ്റ്മോസ്ഫറിക് എയർ. സോ ഹിയർ യു ക്യാൻ സീ വിത്ത് എയർ ദ ഫസ്റ്റ് element lithium forms monoxide. Remember, with air lithium forms monoxide. With air lithium forms monoxide, sodium forms peroxide, potassium, rubidium and cesium forms superoxides. Once again, the first member lithium forms monoxide, sodium forms peroxide, potassium, rubidium and cesium forms superoxides of the formulae MO2. അത് പൊട്ടാസ്യം ആകുമ്പോൾ KO2,
റുബീഡിയം ആകുമ്പോൾ RbO2, CCM ആകുമ്പോൾ CSO2 ആൻഡ് സോ ഓൺ. സോ ഇതാണ് ഇവയുടെ എയറിലെ ഓക്സിജനുമായുള്ള പ്രവർത്തനം. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് പെറോക്സൈഡുകളും സൂപ്പർ ഓക്സൈഡുകളും. ഇവയുടെ ഓക്സൈഡുകളാണ്. ആൽക്കലി മെറ്റലുകളുടെ ഓക്സൈഡുകളായ സൂപ്പർ ഓക്സൈഡുകളും പെറോക്സൈഡുകളും മോർ സ്റ്റേബിളാണ് ഡ്യൂ ടു ലാറ്റിസ് എനർജി ഇഫക്റ്റ്. ലാറ്റിസ് എൻതാൽപ്പി ഇഫക്റ്റ് അല്ലെങ്കിൽ ലാറ്റിസ് എനർജി ഇഫക്റ്റ് കാരണമാണ് ഇവയ്ക്ക് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് മോണോക്സൈഡുകളെക്കാൾ. ഓർമ്മിപ്പിക്കുകയാണ്, എയറിലുള്ള നൈട്രജനുമായി ലിഥിയം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. Lithium forms lithium nitrate Li3n, but all other elements sodium, potassium, rubidium, cesium, francium never reacts directly easily with the nitrogen. So the second reaction with water, ജലവുമായുള്ള പ്രവർത്തനം. മെറ്റൽ ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽ ആൽക്കലി മെറ്റൽ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ അവയുടെ ഹൈഡ്രോക്സൈഡുകൾ തരികയും ഹൈഡ്രജൻ റിലീസ് ചെയ്യുകയും ചെയ്യും. Say for example, Na plus H2O gives NaOH plus H2. K plus H2O gives KOH plus H2. അപ്പോൾ ഇവയുടെ ജലീയ ലായനികൾക്ക് ഹൈഡ്രോക്സൈഡുകൾ തരാൻ കഴിയും ഹൈഡ്രജനെ വിട്ടുകൊടുത്തുകൊണ്ട്. സിമിലർലി തേർഡ് റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ. ആൽക്കലി മെറ്റലുകൾ ഹൈഡ്രജനുമായി പ്രവർത്തിക്കുമ്പോൾ when alkali metals reacts with hydrogen, hydrides are formed. ഇവയെ നമുക്കറിയാം മെറ്റാലിക് ഹൈഡ്രൈഡുകളാണ്. സോഡിയത്തിൻ്റേത് സോഡിയം ഹൈഡ്രൈഡ്, പൊട്ടാസ്യത്തിൻ്റേത് പൊട്ടാസ്യം ഹൈഡ്രൈഡ്. ഇവയെല്ലാം അയോണിക് ഹൈഡ്രൈഡുകളാണ്. ദേ ഫോംസ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ്, ദാറ്റ് ഈസ് അയോണിക് ഹൈഡ്രൈഡ്സ്. ആൻഡ് ദ ഫോർത്ത് റിയാക്ഷൻ വിത്ത് ഹാലോജൻ. ഹാലജനുകളുമായി പ്രവർത്തിച്ചാൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന മികച്ച സോൾട്ടുകളൊക്കെയും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. സോഡിയം ഹാലജനായ ക്ലോറിനുമായി ചേരുമ്പോൾ ഉണ്ടായ സോഡിയം ക്ലോറൈഡ് നമുക്കറിയാം. സോ വിത്ത് ഹാലജൻ they gives halides of the type MX. M പൊട്ടാസ്യം ആണെങ്കിൽ XCl ആണെങ്കിൽ അത് പൊട്ടാസ്യം ക്ലോറൈഡ്. അങ്ങനെ ഹാലജനുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ഹാലൈഡുകൾ MX രൂപത്തിൽ ഉള്ളതായിരിക്കും. ഇവയുടെ ഹാലൈഡുകളെല്ലാം തന്നെ അയണിക്കാണ്, ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഉള്ളവയുമാണ്. ഇവയുടെ ഹാലൈഡുകൾക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അടുത്ത റിയാക്ഷനായി കേൾക്കാനുള്ള റിയാക്ഷൻ വിത്ത് ലിക്വിഡ് അമോണിയ. നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിയാക്ഷൻ വിത്ത് ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയയുമായുള്ള പ്രവർത്തനത്തിൽ നാം ഒരു ആൽക്കലി മെറ്റലിനെ ലിക്വിഡ് അമോണിയയിലേക്ക് ചേർത്താൽ ആ സൊല്യൂഷൻ ഒരു ബ്ലൂ കളർ വരുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ബ്ലൂ കളർ വരുന്നതിനുള്ള കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോണുകൾ ഉണ്ടാകുന്നതാണ്. ഈ ഇക്വേഷനിലേക്ക് ശ്രദ്ധിക്കൂ. ആൽക്കലി മെറ്റൽ പ്ലസ് X+Y NH3യുമായി ചേരുമ്പോൾ അയോൺ, അമോണിയേറ്റഡ് അയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണും ഉണ്ടാകും. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോണുകൾ കാരണം സൊല്യൂഷൻ ഒരു ബ്ലൂ കളറുണ്ട്. ഈ ബ്ലൂ കളറിന് കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. ഒരുപാട് തവണ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സൊല്യൂഷൻ ഇൻ അമോണിയയ്ക്ക് ബ്ലൂ കളർ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഈസ് ദ റീസൺ ഫോർ ദാറ്റ് എന്ന് ഓർമ്മിപ്പിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പഠിച്ചത് ആൽക്കലി മെറ്റലുകളുടെ കെമിക്കൽ റിയാക്ഷനുകളാണ്. ആൽക്കലി മെറ്റലുകളിൽ പ്രധാനപ്പെട്ട ലിഥിയം ആദ്യ മെമ്പറാണ്, ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കലി മെറ്റൽസ്. നമുക്കറിയാം ഏത് ഗ്രൂപ്പിലെയും ഫസ്റ്റ് മെമ്പർ ഡിഫേഴ്സ് ഫ്രം അതേഴ്സ് ഡ്യൂ ടു സോ മെനി റീസൺസ്. ലിഥിയം നമ്മൾ ഇന്ന് അലോയികളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന, ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എലമെന്റുകളിൽ ഒന്നാണ് ലിഥിയം. ലിഥിയത്തിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്ത് എന്ന ചോദ്യത്തിന് നമുക്ക് പറയാനുള്ള ഉത്തരം അലോയികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ലിഥിയം ലെഡ് അലോയ്, വൈറ്റ് മെറ്റൽ എന്ന് നമ്മൾ വിളിക്കുന്ന ബോൾ ബെയറിങ്ങുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൈറ്റ് മെറ്റൽ നിർമ്മാണത്തിന് ലിഥിയം ലെഡ് അലോയ് ഉപയോഗിക്കുമ്പോൾ ലിഥിയം അലൂമിനിയം അലോയ് എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ ലിഥിയം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇനി എന്തുകൊണ്ടാണ് ലിഥിയം ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്? ആസ് യൂഷ്വൽ നമ്മൾ പഠിച്ച എല്ലാ കാരണങ്ങളും ഇവിടെയും എടുത്തു പറയേണ്ടതുണ്ട്. സ്മോൾ സൈസ്, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ഹൈ പോളറൈസിംഗ് പവർ, ആബ്സെൻസ് ഓഫ് ഡീസപ്ഷൻ,
ഹിയർ നമുക്ക് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്, ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി വെൻ കമ്പയർഡ് ടു അതേഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലിഥിയം ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത്? സ്മോൾ സൈസ്, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ഹൈ പോളറൈസിംഗ് പവർ, absence of d subshell, high hydration enthalpy, etc. These are the reasons why lithium differs from others of the group, the rest elements of the group. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലിഥിയം എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് എന്ന കാരണങ്ങൾ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, 3rd ചാപ്റ്റർ. ഈ ബ്ലോക്കിലും അത് നമ്മൾ വീണ്ടും എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തൊക്കെയാണ് ലിഥിയത്തിന് ആ ഗ്രൂപ്പിലുള്ള മറ്റു മെമ്പർമാരിൽ നിന്നുള്ള മറ്റ് അംഗങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ കാണാം. പരീക്ഷയുടെ ചോദ്യമാണ്. 1. ലിഥിയം ഈസ് ഹാർഡ്, all other alkali metals are soft. Lithium is hard, all other alkali metals are soft. Second one, lithium forms nitride but others cannot form nitrate or no reaction with the nitrogen. And third one, lithium forms monoxide. We know sodium forms peroxide, others form superoxides. So here lithium forms monoxide. Now fourth one, lithium chloride is deliquescent. ലിഥിയം ക്ലോറൈഡിന് വാട്ടറിനെ പിടിച്ച് നനവ് നിലനിർത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ ലിഥിയം ക്ലോറൈഡ് ഈസ് ഡെലിക്വസെന്റ് ബട്ട് ഓൾ അതേഴ്സ് ആർ നോട്ട് സോ ഡെലിക്വസെന്റ്. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ലിഥിയത്തിന് മെഗ്നീഷ്യവുമായിട്ട് ഒരു ഡയഗണൽ റിലേഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ലിഥിയവും മെഗ്നീഷ്യവും തമ്മിലുള്ള സിമിലാരിറ്റി? ഈ സിമിലാരിറ്റിയുടെ പ്രധാന കാരണം ഡയഗണൽ റിലേഷൻഷിപ്പ് ഈസ് മെയിൻലി ഡ്യൂ ടു സിമിലർ സൈസ് ഓർ സിമിലർ പോളറൈസിംഗ് പവർ. നമ്മുടെ ഓർമ്മയിലുണ്ട് ഈ സിമിലർ സൈസ് ഉള്ളത് കൊണ്ട്, സിമിലർ പോളറൈസിംഗ് പവർ ഉള്ളത് കൊണ്ട് ലിഥിയവും മെഗ്നീഷ്യവും പ്രോപ്പർട്ടികളിൽ ഒരുപാട് സിമിലാരിറ്റികൾ കാണിക്കുന്നു. എന്തൊക്കെയാണ് ലിഥിയം മെഗ്നീഷ്യവുമായി കാണിക്കുന്ന സിമിലാരിറ്റി? നമുക്ക് പറയാം. 1, ലിഥിയം ഹാർഡാണ്, ഗ്രൂപ്പിൽ ഹാർഡാണ്, മെഗ്നീഷ്യം ഗ്രൂപ്പിൽ ഹാർഡാണ്. അപ്പോൾ 1, both of them are hard metals but all others of the group are soft metals. Second one, lithium forms nitrate, magnesium forms nitrate. Both lithium and magnesium forms nitrites. Third one, lithium forms monoxide, magnesium forms monoxide. So both lithium and magnesium forms monoxide. Fourth one, lithium chloride is deliquescent, magnesium chloride is also deliquescent. So lithium and magnesium halides are deliquescent. Then lithium carbonate decomposes on heating, magnesium carbonate also decomposes on heating. But remember, other carbonates of alkali metals, other carbonates of alkaline earth metals not easily decomposes on heating. So these are the diagonal relationship between lithium and magnesium. These are the differences of lithium with others of the group, and these are the reasons why lithium is different from others of the group. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ചില കോമ്പൗണ്ടുകളെയാണ് പരിചയപ്പെടാനുള്ളത്. ആൽക്കലി മെറ്റലുകളുടെ കോമ്പൗണ്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാനുള്ളതും പഠിക്കാനുള്ളതും സോഡിയം കാർബണേറ്റ് Na2CO3 10H2O അഥവാ വാഷിംഗ് സോഡയാണ്. Na2CO3 10H2O സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന വാഷിംഗ് സോഡ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള സോഡിയം കോമ്പൗണ്ടാണിത്. ഇന്ന് ലോകവ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന വാഷിംഗ് സോഡ നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? വാഷിംഗ് സോഡ നിർമ്മാണത്തെ നാം വിളിക്കുന്ന പേരാണ് സോൾവേ അമോണിയ സോഡ പ്രോസസ്. സോൾവേ അമോണിയ സോഡ പ്രോസസ്. ഈ സോൾവേ അമോണിയ സോഡ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോ മെറ്റീരിയലുകളാണ് 4 അസംസ്കൃത വസ്തുക്കളാണ്. സോഡിയം ക്ലോറൈഡ് എന്ന ഉപ്പ്, അമോണിയ, കാൽഷ്യം കാർബണേറ്റ് H2O. ഈ 4 പദാർത്ഥങ്ങളാണ് അമോണിയ സോൾവേ പ്രോസസ്സിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇതിൽ അമോണിയ സോൾവേ പ്രോസസ്സിൽ കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കുമ്പോൾ വിഘടിച്ച് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ
അമോണിയയും ഉപ്പും കലർത്തിയ വെള്ളത്തിൽ കൂടി കടത്തിവിടുന്നു. നന്നായി ശ്രദ്ധിക്കണം. കാർബൺ ഡയോക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ അമോണിയേറ്റഡ് വാട്ടർ. അമോണിയേറ്റഡ് വാട്ടറിൽ കൂടി കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ NH3+H2O+CO2 ഇറ്റ് ബിക്കംസ് അമോണിയം കാർബണേറ്റ്. അത് അമോണിയം കാർബണേറ്റ് ആയി മാറും. ഇക്വേഷൻ പരീക്ഷയ്ക്ക് എഴുതേണ്ടതുണ്ട്, പഠിക്കണം. ഈ അമോണിയം കാർബണേറ്റിൽ കൂടി വീണ്ടും നാം തുടർന്ന് സൊല്യൂഷനിൽ കൂടി കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടത്തിവിട്ടാൽ അത് അമോണിയം ബൈകാർബണേറ്റ് ആയി മാറും. സോ ലുക്ക് അറ്റ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. NH4 twice CO3 ammonium carbonate plus H2O plus CO2 gives NH4 HCO3 ammonium bicarbonate. ഈ അമോണിയം ബൈകാർബണേറ്റ് നമുക്കറിയാം ഉപ്പ് കൂടി ചേർന്ന സൊല്യൂഷനിലാണ് രൂപപ്പെടുന്നത്. ഈ ഉപ്പ് ഉള്ളത് കൊണ്ട് in the presence of sodium chloride, ammonium bicarbonate get converted into ammonium chloride and sodium bicarbonate. Remember, NH4HCO3 ammonium bicarbonate സോൾട്ടുമായി പ്രവർത്തിച്ച് സോഡിയം ക്ലോറൈഡുമായി പ്രവർത്തിച്ച് NaClമായി പ്രവർത്തിച്ച് അമോണിയം ക്ലോറൈഡും സോഡിയം ബൈകാർബണേറ്റുമായി മാറും. അമോണിയം ക്ലോറൈഡും സോഡിയം ബൈകാർബണേറ്റുമായി മാറും. ഇതിൽ നിന്ന് സോഡിയം ബൈകാർബണേറ്റ് നോട്ട് സോ സൊല്യൂബിൾ ഇൻ വാട്ടർ, അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നു. ഈ സോഡിയം ബൈകാർബണേറ്റ് ഓൺ ഹീറ്റിംഗ്, ചൂടാക്കുമ്പോൾ സോഡിയം കാർബണേറ്റായി നമുക്ക് കിട്ടുന്നു. അങ്ങനെ സോഡിയം കാർബണേറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. ദിസ് ഈസ് ദ മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്. അങ്ങനെ സോഡിയം കാർബണേറ്റിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നു. ഈ സോഡിയം കാർബണേറ്റിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നതിന് സോഡിയം ബൈകാർബണേറ്റാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇവിടെ സോഡിയം ബൈകാർബണേറ്റ് വെള്ളത്തിൽ വാട്ടറിൽ അത്ര സൊല്യൂബിൾ അല്ലാത്തത് കൊണ്ടാണ് അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുന്നത്. ബൈ പ്രോഡക്റ്റായി അമോണിയം ക്ലോറൈഡ് ഉണ്ടാകും. ഈ അമോണിയം ക്ലോറൈഡിൽ നിന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിപ്പിച്ച്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം, കാൽഷ്യം ഓക്സൈഡ് ഇവിടെയുണ്ട്. ഈ കാൽഷ്യം ഓക്സൈഡിൽ വെള്ളം ചേർത്താൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഇതുമായി പ്രവർത്തിപ്പിച്ച് അമോണിയയെ റീഗെയിൻ ചെയ്യും. ഈ അമോണിയ വീണ്ടും റിയാക്ഷനിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടും. അതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. യൂസേജ് ഓഫ് അമോണിയ. ഓൺലി ബൈ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഈസ് കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യം ക്ലോറൈഡ് മാത്രമാണ് അമോണിയ സോൾവേ പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ്. മികച്ച മെത്തേഡാണ്. എന്നാൽ സോഡിയം കാർബണേറ്റ് നിർമ്മിക്കുന്നതിന് അമോണിയ സോൾവേ പ്രോസസ്സ് ഉപയോഗിക്കപ്പെടുമെങ്കിലും പൊട്ടാസ്യം കാർബണേറ്റ് നിർമ്മിക്കുന്നതിന് ഇത് യൂസ് ചെയ്യാറില്ല. കാരണം പൊട്ടാസ്യം കാർബണേറ്റ് ഈസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. അതുകൊണ്ട് നമുക്ക് അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയില്ല. തൽഫലമായിട്ട് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഹൈലി സൊല്യൂബിൾ ഇൻ വാട്ടറാണ്. പൊട്ടാസ്യം ബൈകാർബണേറ്റ് വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ട് നമുക്കതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയില്ല. ആയതുകൊണ്ട് തന്നെ പൊട്ടാസ്യം കാർബണേറ്റ് നിർമ്മിക്കാൻ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. എക്സാമുകൾക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പൊട്ടാസ്യം കാർബണേറ്റ് ഈ അമോണിയ സോൾവേ പ്രോസസ്സ് വഴി നിർമ്മിച്ചുകൂടെ? നിങ്ങളുടെ ഉത്തരം, കാരണം നിങ്ങൾ പറയേണ്ടത് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഈസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ വിച്ച് കനോട്ട് ബി ഫിൽട്ടേർഡ് ഓഫ്, ഹെൻസ് ദ മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്. ദാറ്റ്സ് ആൾ. ഇനി ഇവിടെ ഈ സോഡിയം ഡെക്കാഹൈഡ്രേറ്റ്, കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്താൽ ഇതിൽ നിന്ന് വാട്ടർ മിസ്സാകും. വാട്ടർ പോയി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് Na2CO3 ഈസ് കോൾഡ് സോഡ ആഷ്. അതിനെ നമ്മൾ സോഡ ചാരം, സോഡ ആഷ് എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയാണ് സോഡിയം കാർബണേറ്റിൻ്റെ യൂസസ് എന്ന് നോക്കാം. ഒന്ന്, ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് എ ലബോറട്ടറി റിയേജൻറ്റ്. ലാബിൽ ഒരു മികച്ച റിയേജൻ്റായി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സോപ്പ്, ഗ്ലാസ്, പേപ്പർ. സോപ്പ്, ഗ്ലാസ്, പേപ്പർ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. മറ്റൊന്ന് വാഷിംഗ്. നമുക്കറിയാം വാഷിംഗ് പ്രോസസ്സിൽ ലോണ്ടറികളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, ഇൻ ഹൈഡ്രജൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ഹാർഡ്നെസ്. അത് വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് മാറ്റുന്നതിന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ സോഡിയം കാർബണേറ്റിനെ കുറിച്ച് നമ്മൾ അറിയാൻ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സോഡിയം കോമ്പൗണ്ട് നിങ്ങൾ കേൾക്കേണ്ടത് സോഡിയം ബൈകാർബണേറ്റ് ആണ്, ബേക്കിംഗ് സോഡ. Sodium bicarbonate is so called baking soda. In Malayalam it is called rotikaram or appakaram. Sodium bicarbonate, baking soda, NaHCO3. ഇത് നിർമ്മിക്കുന്നത് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം കാർബണേറ്റിൽ കൂടി കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടത്തിവിട്ടാണ്. സോഡിയം കാർബണേറ്റിനെ വെള്ളത്തിൽ ലയിപ്പിച്ചുണ്ടാകുന്ന സൊല്യൂഷനിൽ കൂടി കാർബൺ ഡയോക്സൈഡ് കടത്തിവിട്ടാണ് സോഡിയം ബൈകാർബണേറ്റ് നിർമ്മിക്കുന്നത്. സോഡിയം ബൈകാർബണേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റൊട്ടിക്കാരം, അപ്പക്കാരം എന്ന് പറയുന്നതിൽ നിന്ന് വ്യക്തമാണ്. വൈഡ്ലി യൂസ്ഡ് ആസ് എ ബേക്കിംഗ് പൗഡർ. ദെൻ ഇറ്റ് ഈസ് എ മൈൽഡ് ആൻറ്റിസെപ്റ്റിക്.
അതൊരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആണ്. അതുകൊണ്ട് മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നു. ദെൻ ആൾസോ യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് ബേസ്ഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളിലൊക്കെയും നമുക്കിപ്പോൾ ചെറിയ ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളിലൊക്കെയും സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കും. ദീസ് ആർ ദ യൂസസ് ഓഫ് സോഡിയം ബൈകാർബണേറ്റ്. മൂന്നാമത്തെ സോഡിയത്തിൻ്റെ പ്രധാന കോമ്പൗണ്ട് നിങ്ങൾ കേൾക്കേണ്ടത് സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നു. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൽക്കലിയോ ബേസ് എന്നൊക്കെ നമ്മൾ പറയുന്ന NaOH. ഇത് നിർമ്മിക്കുന്ന ഡിവൈസിൻ്റെ പേര് ഓർത്താലും കാസ്റ്റ്നർ കെൽനർ സെൽ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ എ പർട്ടിക്കുലർ ഡിവൈസ് കോൾഡ് കാസ്റ്റ്നർ കെൽനർ സെൽ. ഈ കാസ്റ്റ്നർ കെൽനർ സെല്ലിൽ കാഥോഡായിട്ട് മെർക്കുറിയും ആനോഡായിട്ട് ഗ്രാഫൈറ്റുമാണ് ഉപയോഗിക്കുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കപ്പെടുന്ന കാസ്റ്റ്നർ കെൽനർ സെല്ലിൽ നമ്മൾ കാഥോഡായിട്ട് മെർക്കുറിയും ആനോഡായിട്ട് ഗ്രാഫൈറ്റും. ബ്രൈനെ, ഉപ്പുവെള്ളത്തെ, NaCl സൊല്യൂഷനെ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം കാഥോഡിലേക്ക് സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ചാർജുള്ള Na+ എത്തും. അങ്ങനെ സോഡിയം അവിടെ ചെന്ന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് മെർക്കുറി കാഥോഡിൽ സോഡിയം മെറ്റൽ അടിയും. ഇതിനെ നമ്മൾ സോഡിയം അമാൽഗം, മെർക്കുറി ഉള്ളത് കൊണ്ട് അമാൽഗം എന്ന് വിളിക്കും. അങ്ങനെ സോഡിയം അമാൽഗത്തെ നമുക്ക് സോഡിയം കാഥോഡിൽ ലഭ്യമാകുന്നു. ഈ കാഥോഡിനെ വെള്ളത്തിൽ ചേർക്കുമ്പോൾ സോഡിയം ജലത്തിൽ ലയിച്ച് NaOH ആയി മാറും. മെർക്കുറി കാഥോഡ് അവശേഷിക്കും. പ്രോസസ്സ് തുടരും. ഇതാണ് NaOH നമുക്ക് കിട്ടിയ വഴി. എന്നാൽ ആനോഡിൽ എന്താണ് നടക്കുന്നത്? ആനോഡിലേക്ക് Cl- എത്തുകയും അവിടെ ക്ലോറിൻ ഗ്യാസ് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യും. So this is the anode and cathode reactions occurring there in Kastner-Kellner cell. Now what are the uses of NaOH? NaOH സോഡിയം മെറ്റൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, റയോൺ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, ചായങ്ങൾ ഡൈസ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. മറ്റൊന്ന് പെട്രോളിയം റിഫൈനിങ്. NaOH is widely used there with petroleum refining. And third one, next one you must remember is used there for the purification of bauxite. നമുക്കറിയാം പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ് ഈസ് കോൾഡ് ലീച്ചിങ് ഓഫ് ബോക്സൈറ്റ്. ഇത് ലീച്ചിങ്ങിനും വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇവയെ കൂടാതെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മറ്റനേകം കോമ്പൗണ്ടുകളും നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്. സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടായ സോഡിയം ക്ലോറൈഡ് എന്ന കല്ലുപ്പ്, അതിൻ്റെ യൂസസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പൊട്ടാസ്യം ക്ലോറൈഡ്, ഇന്ദുപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന KCl, പൊട്ടാസ്യം ക്ലോറൈഡ്. ഇങ്ങനെ ഒരുപാട് സോൾട്ടുകൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകൾക്കുണ്ട്. നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട 2 മെറ്റലുകളാണ്, എലമെൻറ്റുകളാണ് സോഡിയവും പൊട്ടാസ്യവും. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകളാണ്. സോഡിയം നമ്മുടെ ബോഡിയിൽ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് സിഗ്നൽസ്, പ്രധാനപ്പെട്ട സോഡിയത്തിൻ്റെ പർപ്പസാണ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് സിഗ്നൽസ്. മറ്റൊന്ന് ട്രാൻസ്പോർട്ട് ഓഫ് ഷുഗർ ആൻഡ് അമിനോ ആസിഡ്സ് ഇൻ ടു സെൽസ്, സെല്ലുകളിലേക്ക് അമിനോ ആസിഡുകളെയും ഷുഗറിനെയും എത്തിക്കുക. മറ്റൊന്ന് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നത് സോഡിയത്തിൻ്റെ നമ്മുടെ ബോഡിയിലെ പ്രധാന ധർമ്മങ്ങളാണ്. ആൻഡ് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് പൊട്ടാസ്യം ഈസ് ഇറ്റ് ആക്ടിവേറ്റ്സ് എൻസൈംസ്. ഇത് എൻസൈമുകൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ പ്രധാനമാണ്, നമ്മുടെ ബോഡിയിൽ നിലനിർത്തപ്പെടേണ്ടതുണ്ട്. മറ്റൊന്ന് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് സിഗ്നൽസ്. സോഡിയത്തെ പോലെ തന്നെ നെർവ് സിഗ്നലുകളുടെ ട്രാൻസ്മിഷനിൽ പൊട്ടാസ്യവും പ്രധാന മേജർ റോളാണ് നിർവഹിക്കുന്നത്. മറ്റൊന്ന് ഓക്സിഡേഷൻ ഓഫ് ഷുഗർ. സെല്ലുകളിലെ ഷുഗർ ഓക്സിഡേഷൻ നടത്തി അത് എനർജിയായി നമുക്ക് കിട്ടണമെങ്കിൽ അതിന് ആരുടെ സഹായം ആവശ്യമാണ്? പൊട്ടാസ്യത്തിൻ്റെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ആൽക്കലി മെറ്റലുകളെ കുറിച്ചുള്ള പഠനം ഇവിടെ അവസാനിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആൽക്കലൈൻ എർത്ത് മെറ്റലുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടികൾ. നമ്മൾ ഓൾറെഡി അവയുടെ ജനറൽ ട്രെൻഡുകൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഈ കെമിക്കൽ പ്രോപ്പർട്ടികളും അവയുടെ കോമ്പൗണ്ടുകളുമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളുടെ ജനറൽ ട്രെൻഡുകൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്: ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. നമുക്കറിയാം ഇതിൽ ബെർലിയം ഒഴികെയുള്ള എലമെൻറ്റുകൾ ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്നറിയപ്പെടുന്നു. ബെർലിയം ഒഴികെയുള്ള എലമെൻറ്റുകളെ നാം ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ കെമിക്കൽ റിയാക്ഷനുകളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് റിയാക്ഷൻ വിത്ത് എയർ തന്നെയാണ്. എയറിൽ ഓക്സിജൻ. ബെർലിയവും മഗ്നീഷ്യവും കാൽഷ്യവും ആദ്യത്തെ 3 അംഗങ്ങൾ മോണോക്സൈഡുകൾ ഉണ്ടാക്കുന്നു. കാൽഷ്യം ഓക്സൈഡ് നമുക്ക് വളരെ സുപരിചിതമായ CaO മോണോക്സൈഡാണ്. എന്നാൽ സ്ട്രോൺഷ്യം, ബേരിയം എന്നിവ ഉണ്ടാക്കുന്നത് അവയുടെ പെറോക്സൈഡുകളാണ്.
അപ്പോൾ വിത്ത് എയർ ഓർ വിത്ത് ഓക്സിജൻ the first three members forms monoxide and the rest members forms peroxides. Remember, beryllium oxide is covalent, but all others are ionic in nature. Similarly, beryllium oxide and magnesium oxide are insoluble in water. ആദ്യ രണ്ട് ഓക്സൈഡുകളും വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നില്ല. എന്നാൽ താഴേക്ക് വരുംതോറും കാൽഷ്യം ഓക്സൈഡ് പോലുള്ളവ വളരെ എളുപ്പത്തിൽ ജലത്തിൽ ലയിക്കുന്നവയുമാണ്. രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി നമുക്ക് പറയാനുള്ളത് വിത്ത് ഹൈഡ്രജൻ. ആസ് യൂഷ്വൽ the metal from second group forms metallic hydrides of the type MH2. M മെറ്റൽ ആണെങ്കിൽ ഹൈഡ്രജനുമായി ചേർന്ന് MH2 ടൈപ്പ് ആണ് ഉണ്ടാകുന്നത്. സേ ഫോർ എക്സാമ്പിൾ CaH2. നിങ്ങൾ എടുത്ത് പഠിക്കേണ്ട എൻട്രൻസുകൾക്ക് നേരത്തെ ചോദിച്ച ഒന്നാണ്. CaH2 കമേഴ്ഷ്യലി നോൺ ആസ് ഹൈഡ്രോളിത്ത്. നമ്മൾ ഹൈഡ്രോളിത്ത് എന്ന് കമേഴ്ഷ്യൽ ട്രേഡ് നെയിമിൽ അറിയപ്പെടുന്ന ഹൈഡ്രൈഡ് ആണ് കാൽഷ്യം ഹൈഡ്രൈഡ്. മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ വിത്ത് ഹാലോജൻ. ഹാലോജനുകളെ X എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇവ M എന്ന് സൂചിപ്പിക്കപ്പെട്ടാൽ M+X2 gives MX2. ഇവയുടെ ഹാലൈഡുകൾ നമുക്കറിയാം. ബെർലിയം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒക്കെയും CaCl2, MgCl2 പോലുള്ള കോമ്പൗണ്ടുകൾക്ക് MX2 എന്ന ടൈപ്പ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ അറിയേണ്ടത് ബെർലിയം ഒഴികെയുള്ളവരൊക്കെ ഡയറക്റ്റ് ഹാലജനുമായി പെട്ടെന്ന് ചേർന്നേക്കാം. എന്നാൽ മുകളിലുള്ള ബെർലിയം ക്ലോറൈഡ് നമ്മൾ നിർമ്മിക്കുന്നത് നേരിട്ട് ക്ലോറിനുമായി പ്രവർത്തിപ്പിച്ചല്ല. പകരം ബെർലിയം ഓക്സൈഡും കാർബണും ചേർന്നതിലേക്ക് ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിട്ട. അപ്പോൾ ക്ലോറിൻ ഗ്യാസിനെ ബെർലിയം ഓക്സൈഡ് കാർബൺ മിക്സറിൽ കൂടി കടത്തിവിട്ടാണ് ബെർലിയം ക്ലോറൈഡ് നിർമ്മിച്ചെടുക്കുന്നത്. ബൈ പ്രോഡക്റ്റായി ഉണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. നമുക്കറിയാം ബെർലിയം ക്ലോറൈഡിന് ഒരു ചെയിൻ സ്ട്രക്ചർ ആണ് ഉള്ളത്. ആ സ്ട്രക്ചർ BeCl2 linked beryllium with chlorine linkage is there. സോ ഇതാണ് ബെർലിയം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഈ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളുടെ കോമ്പൗണ്ടുകളുടെ കൂട്ടത്തിൽ നമുക്ക് പറയാതെ വയ്യ കാർബണേറ്റുകൾ, സൾഫേറ്റുകൾ, നൈട്രേറ്റുകൾ. ഇവയുടെ കാർബണേറ്റുകൾ പൊതുവെ ഇൻസോലിബിൾ ഇൻ വാട്ടറാണ്. കാൽഷ്യം കാർബണേറ്റ് എന്ന മാർബിൾ നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് സോലിബിൾ ഇൻ വാട്ടർ, അപ്പോൾ ദേ ആർ ഇൻസോലിബിൾ ഇൻ വാട്ടർ. The solubility order of carbonates, നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് solubility order of the carbonates of alkaline earth metals is of the order. ആ ഓർഡർ എന്ന് പറയുന്നത് ബെർലിയം കാർബണേറ്റ്, മെഗ്നീഷ്യം കാർബണേറ്റ്, സ്ട്രോൺഷ്യം, കാൽഷ്യം, ബേരിയം. ഈ താഴേക്ക് പൊതുവെ അത് കുറഞ്ഞു വരുന്നു. എങ്കിലും അവിടെ ഒരു അനോമലിയുണ്ട്. കാൽഷ്യം കാർബണേറ്റിനേക്കാൾ സോലിബിൾ ആണ് സ്ട്രോൺഷ്യം കാർബണേറ്റ്. യഥാർത്ഥത്തിൽ ഓർഡർ വരുമ്പോൾ കാൽഷ്യം കഴിഞ്ഞാണ് സ്ട്രോൺഷ്യം വരുന്നത്. പക്ഷെ സ്ട്രോൺഷ്യം ഈ സൊല്യൂബിലിറ്റിയുടെ കാര്യത്തിൽ കാൽഷ്യം കാർബണേറ്റിനേക്കാൾ സ്ട്രോൺഷ്യം കാർബണേറ്റ് മുന്നിലാണ്. ഇവയുടെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളുടെ സൾഫേറ്റുകൾ ഏതൊക്കെയാവാം? ബെർലിയം സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, സ്ട്രോൺഷ്യം സൾഫേറ്റ്. ഇവ പരിശോധിക്കുമ്പോൾ ഈ സൾഫേറ്റുകളുടെ സൊല്യൂബിലിറ്റിയുടെ ഓർഡറിലും താഴേക്ക് പോകുന്തോറും നമുക്ക് കൃത്യമായി കാണാൻ കഴിയും സൊല്യൂബിലിറ്റി കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം സൾഫേറ്റുകളുടെ കാര്യത്തിലും. ഈ നൈട്രേറ്റുകൾ ബെർലിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ നൈട്രേറ്റുകൾ ഉണ്ടാക്കാനുള്ള കഴിവും ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അവയുടെ കെമിക്കൽ റിയാക്ഷൻ സൈഡാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിൽ ആദ്യത്തെ മെമ്പർ ബെർലിയം. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു നിങ്ങളോട് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളെ ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്ന് വിളിക്കുന്നു എക്സെപ്റ്റ് ബെർലിയം. ബെർലിയത്തെ മാറ്റിവെച്ചത് എന്തുകൊണ്ടാണ്? അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ബെർലിയം തന്നെയാണ് കാരണം. ബെർലിയം എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് പ്രോപ്പർട്ടിയിൽ വ്യത്യാസമുണ്ടായത്? സാധാരണ നമ്മൾ പറയുന്ന കാരണങ്ങൾ എടുത്തു പറയാം. 1 സ്മോൾ സൈസ്, 2 ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, 3 ആബ്സെൻസ് ഓഫ് ഡീസപ്ഷൻ. സ്മോൾ സൈസ്, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ആബ്സെൻസ് ഓഫ് ഡീസപ്ഷൻ. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ബെർലിയം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള കാരണങ്ങൾ. ബെർലിയത്തിന് മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമുക്ക് പറയാനുള്ളത്? മറക്കരുത്, ബെർലിയം ഓക്സൈഡ് ഈസ് ആംഫോട്ടറിക്. സാധാരണ ബെർലിയം ഓക്സൈഡ് ആംഫോട്ടറിക് ആണ്. എന്നാൽ മറ്റുള്ളവരുടെ ഓക്സൈഡുകളൊക്കെയും മെറ്റാലിക് ഓക്സൈഡുകളാണ്, ബേസിക് ആണ്. ബെർലിയം ഓക്സൈഡ് ഈസ് ആംഫോട്ടറിക്. ബെർലിയം ക്ലോറൈഡ് ഈസ് കൊവാലന്റ്. ബെർലിയത്തിന്റെ ക്ലോറൈഡ് BeCl2 കൊവാലന്റ് ആണ്. എന്നാൽ മറ്റുള്ളതൊക്കെ അയണിക് കോമ്പൗണ്ടുകളാണ്. സിമിലർലി നോ ഡയറക്റ്റ് ഹൈഡ്രൈഡ് ഫോർമേഷൻ ഈസ് ദെയർ ഫോർ ബെർലിയം. ബെർലിയം ഹൈഡ്രൈഡുകൾ നേരിട്ടുണ്ടാകുന്നില്ല.
വ്യത്യസ്ത മെത്തേഡുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ബെറിലിയത്തിൻ്റെ ഹൈഡ്രൈഡുകൾ നിർമ്മിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരൊക്കെ ഡയറക്റ്റ് ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ച് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. സോ ദർ ഈസ് നോ ഡയറക്റ്റ് ഹൈഡ്രൈഡ് ഫോർമേഷൻ ഫോർ ബെറിലിയം. Similarly, beryllium is not attacked by water due to formation of an oxide layer. ഒരു ഓക്സൈഡ് ലെയർ പുറത്തുണ്ടാകുന്നത് കൊണ്ട് ബെറിലിയം ജലവുമായി നേരിട്ട് പെട്ടെന്ന് പ്രവർത്തിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർക്കൊക്കെ നേരിട്ട് ജലവുമായി പ്രവർത്തിക്കാനുള്ള പൊതുവെ കഴിവുണ്ട്. സോ ഇതാണ് ഇവ ബെറിലിയം ഗ്രൂപ്പിലുള്ള മറ്റംഗങ്ങളിൽ നിന്ന് കാണിക്കുന്ന വ്യത്യാസങ്ങൾ. നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ബെറിലിയം അടുത്ത ഗ്രൂപ്പ് 13ാം ഗ്രൂപ്പിലുള്ള അലൂമിനിയം, സെക്കൻഡ് മെമ്പർ അലൂമിനിയവുമായി ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നു. എന്തുകൊണ്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? ഡ്യൂ ടു സിമിലർ സൈസ് ഓർ ചാർജ് ബാർ റേഡിയസ് റേഷ്യോ ഓർ സിമിലർ പോളറൈസിംഗ് പവർ. പോളറൈസിംഗ് പവർ സെയിം ആണ് ഇവർക്ക്. എന്തൊക്കെയാണ് ഇവരുടെ സിമിലാരിറ്റികൾ? നന്നായി ശ്രദ്ധിക്കണം. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ബെറിലിയം ആൻഡ് അലൂമിനിയം? ഒന്ന്, the oxides of beryllium and aluminum are amphoteric. ബെറിലിയം ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും രണ്ടും ആംഫോട്ടറിക് ആണ്. രണ്ട്, ബെറിലിയം ക്ലോറൈഡ് ആൻഡ് അലൂമിനിയം ക്ലോറൈഡ് ബോത്ത് ഡൈമറൈസസ്. നമ്മൾ കണ്ടു, ബെറിലിയം ക്ലോറൈഡ് മറ്റൊരു ബെറിലിയം ക്ലോറൈഡുമായി ചേർന്ന് അങ്ങനെ ഡൈമറൈസ് ചെയ്യുന്നു. അലൂമിനിയം ക്ലോറൈഡ് നേരത്തെ പി ബ്ലോക്കിൽ നമ്മൾ കേട്ടതാണ്, ഡൈമറൈസ് ചെയ്യുന്നു. സോ ബെറിലിയം ക്ലോറൈഡ് ആൻഡ് അലൂമിനിയം ക്ലോറൈഡ് ഡൈമറൈസസ്. ബട്ട് ഓൾ അതർ ക്ലോറൈഡ്സ് exist as monomers. അവ ഒറ്റയ്ക്ക് നിൽക്കുന്നു. Then both beryllium and aluminum are passive with nitric acid. ഒരുവിധം എല്ലാ മെറ്റലുകളുമായി നൈട്രിക് ആസിഡ് എളുപ്പത്തിൽ പ്രവർത്തിക്കും. എന്നാൽ ബെറിലിയവും മെഗ്നീഷ്യവും ആദ്യം തന്നെ ഒരു ഓക്സൈഡ് ലെയർ ഉണ്ടാകുന്നത് കൊണ്ട് ഈസ് പാസീവ്, അത് പിന്നീട് പ്രവർത്തിക്കുന്നില്ല. നൈട്രിക് ആസിഡുമായുള്ള പ്രവർത്തനത്തിൽ രണ്ടുപേരും സാദൃശ്യം കാണിക്കുന്നു. ഇവയുടെ ബെറിലിയത്തിനും അലൂമിനിയത്തിനും ബെറിലിയവും അലൂമിനിയവും ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ടുകളുമായി പ്രവർത്തിച്ച് കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നു. അപ്പം ഇത്തരത്തിൽ ബെറിലിയവും അലൂമിനിയവും ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്കിനി ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് ഈ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളുടെ പ്രധാനപ്പെട്ട ചില കോമ്പൗണ്ട്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളുടെ ആൽക്കലൈൻ എർത്ത് മെറ്റലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് കാൽഷ്യം ഓക്സൈഡ് CaO അഥവാ ക്യുക്ലൈൻ. ക്യുക്ലൈൻ തന്നെയാണ്. നമുക്കറിയാം, നീറ്റുകക്ക എന്ന് മലയാളികൾ വിളിക്കുന്ന കാൽഷ്യം ഓക്സൈഡ് ക്യുക്ലൈൻ, നീറ്റുകക്ക. സാധാരണയായിട്ട് ക്യുക്ലൈൻ നിർമ്മിക്കുന്നത് കാൽഷ്യം കാർബണേറ്റിനെ, ലൈംസ്റ്റോണിനെ ചൂടാക്കിയാണ്. ഓൺ ഹീറ്റിംഗ് ലൈംസ്റ്റോൺ ഡീകമ്പോസസ് ടു ഗീവ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് ഈസ് ഹൗ വി ക്യാൻ പ്രിപ്പയർ കാൽഷ്യം ഓക്സൈഡ് ഈസിലി. ദിസ് കാൽഷ്യം ഓക്സൈഡിലേക്ക് ജലം ചേർക്കുമ്പോൾ അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡായി മാറുന്നു. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്ന ഒരു റോ മെറ്റീരിയലായി ആയതുകൊണ്ട് തന്നെ കാൽഷ്യം ഓക്സൈഡ് പ്രയോജനപ്പെടുത്തപ്പെടുന്നു. കാൽഷ്യം ഓക്സൈഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളുടെ ഓക്സൈഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബേസിക് ഇൻ നേച്ചർ. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ലഭ്യമായ ചീപ്പസ്റ്റ് ആൽക്കലി എന്ന് നമ്മൾ വിളിക്കുന്നത് കാൽഷ്യം ഓക്സൈഡിനെ തന്നെയാണ്. മെറ്റലർജിക്കൽ ഓപ്പറേഷനുകളിൽ അതുകൊണ്ട് തന്നെ നാം ഫ്ലക്സ് ആയി, ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ആയി പലപ്പോഴും ഇത് ഉപയോഗപ്പെടുത്തപ്പെടുന്നു. ഹിയർ യു ക്യാൻ സി കാൽഷ്യം ഓക്സൈഡ് വിത്ത് സിലിക്ക, അസിഡിക് സിലിക്ക ഗീവ്സ് കാൽഷ്യം സിലിക്കേറ്റ്. കാൽഷ്യം ഓക്സൈഡ് വിത്ത് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് ഗീവ്സ് കാൽഷ്യം ഫോസ്ഫേറ്റ്. Here in these two reactions what we can see is that it acts as a base because it reacts with an acid. So it is purely basic in nature which reacts with the acids. What are the uses of Kukulain? Purely used as a cheap alkali. It is used in building material. നമുക്കറിയാം കാൽഷ്യം ഓക്സൈഡിലേക്ക് ജലം ചേർത്ത് കിട്ടുന്ന നീറ്റുകക്കയാണ്. നീറ്റുകക്കയിൽ ജലം ചേർത്ത ക്യുക്ലൈമിനെ നമുക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞ് സ്ലേക്കഡ് ലൈമാക്കി മാറ്റാനും അത് ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കാനും കഴിയും. പിന്നെ മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ്, നമ്മൾ നേരത്തെ പഠിച്ച ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ച അലക്കുകാരത്തിൻ്റെ നിർമ്മാണം, ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ, പഞ്ചസാരയുടെ പ്യൂരിഫിക്കേഷൻ, ഓൾ ദീസ് ആർ ദ യൂസസ് ഓഫ് ക്യുക്ലൈൻ കാൽഷ്യം ഓക്സൈഡ്. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളിൽ കാൽഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കോമ്പൗണ്ടാണ് സ്ലേക്കഡ് ലൈം അഥവാ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. മലയാളി കുമ്മായം എന്ന് വിളിക്കുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കുന്നത് കാൽഷ്യം ഓക്സൈഡിലേക്ക് വാട്ടർ ചേർത്താണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ പ്രോസസ് ഈസ് കോൾഡ് സ്ലേക്കിംഗ്. അങ്ങനെ നമ്മൾ നിർമ്മിക്കുന്നതിനെ സ്ലേക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. ഈ കാൽഷ്യം ഓക്സൈഡ് വെൻ ആഡഡ് വിത്ത് വാട്ടർ ഗീവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്.
റിമെമ്പർ, കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ കൂടി കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടത്തിവിട്ടാൽ അത് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടും. വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്നതിനുള്ള കാരണവും ഇതാണ്. നാം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വോളുകളിൽ, ചുമരുകളിൽ തേച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡ് ആയതുമായി പ്രവർത്തിക്കുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവുകയും വെളുത്ത കാൽഷ്യം കാർബണേറ്റ് ഒരു കവറായി, ഒരു ലെയറായി നമ്മുടെ വോളുകളിൽ, ചുമരുകളിൽ തെളിയുകയും ചെയ്യും. എന്നാൽ വീണ്ടും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അതിൻ്റെ സൊല്യൂഷനിൽ കൂടി കടത്തിവിട്ട് കഴിഞ്ഞാൽ, വാട്ടറിൻ്റെ പ്രസൻസിൽ കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് ഇൻസോല്യൂബിൾ കാൽഷ്യം ബൈകാർബണേറ്റായി, സോല്യൂബിൾ ഇൻ കാൽഷ്യം ബൈകാർബണേറ്റ് ആയി മാറും. ഇൻസോല്യൂബിൾ കാൽഷ്യം കാർബണേറ്റ് ബിക്കംസ് സോല്യൂബിൾ കാൽഷ്യം ബൈകാർബണേറ്റ്. അതുകൊണ്ട് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടി കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ അത് പാൽ നിറമാകും. ആയതിന് കാരണം കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നതാണ്. വീണ്ടും കാർബൺ ഡയോക്സൈഡ് കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് തെളിയും. ആയതിന് കാരണം കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ടായി ലയിച്ച് ചേരുന്നതാണ്. അതുകൊണ്ട് എക്സാമുകൾക്ക് ഈ രണ്ട് ഇക്വേഷനുകൾ ഒരുപാട് തവണ നമ്മളോട് എടുത്തു ചോദിച്ചിട്ടുണ്ട്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടി കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ അത് പാൽ നിറമാകുന്നത് എന്തുകൊണ്ട്? വീണ്ടും കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ അത് തെളിയുന്നത് എന്തുകൊണ്ട്? പാൽ നിറമാകുന്നത് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ട്, തെളിയുന്നത് കാൽഷ്യം കാർബണേറ്റ് വീണ്ടും സൊല്യൂബിളായി കാൽഷ്യം ബൈകാർബണേറ്റായി മാറുന്നത് കൊണ്ട്. ഓർക്കണം എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സ്ലേക്കഡ് ലൈം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു കോമ്പൗണ്ടാണ്, ഒരു മിക്സ്ചറാണ് ബ്ലീച്ചിങ് പൗഡർ. നമ്മളെല്ലാ കാലത്തും നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ. എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്? ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിങ് ഡ്രൈ ക്ലോറിൻ ഓവർ ഡ്രൈ സ്ലേക്കഡ് ലൈം. ഡ്രൈ സ്ലേക്കഡ് ലൈമിന് മുകളിൽ കൂടി ഡ്രൈ ക്ലോറിൻ കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ കോമ്പോസിഷനാണ് CaCl2 + CaOCl twice + H2O. സോ ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിങ് ഡ്രൈ ക്ലോറിൻ ഓവർ ഡ്രൈ സ്ലേക്കഡ് ലൈം. ആയതുകൊണ്ട് തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സ്ലേക്കഡ് ലൈമിൻ്റെ പ്രധാനപ്പെട്ട യൂസ് എന്താണ്? യൂസസിലേക്ക് പോകുമ്പോൾ, 1 പ്രൊഡക്ഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ, 2 വൈറ്റ് വാഷിംഗ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്. Third one, it is used as a laboratory reagent. Fourth one, it is used for softening of water. നമുക്കറിയാം, softness of water can be removed by Clax process, that is by adding slaked lime, and it is used as a mild antacid also. These are the uses of calcium hydroxide, slaked lime. And the third compound is gypsum. In gypsum, in chemistry, is written as CaSO4 2H2O, calcium sulfate dihydrate. Dihydrate of calcium sulfate is known as gypsum. ജിപ്സം നിർമ്മിക്കുന്നത് കാൽഷ്യം ക്ലോറൈഡിനെ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡുമായി പ്രവർത്തിപ്പിച്ചാണ്. ബൈ ട്രീറ്റിംഗ് കാൽഷ്യം ക്ലോറൈഡ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് വി ഗെറ്റ് ജിപ്സം. ജിപ്സത്തെ നാം 393 കെൽവിൻ 120 ഡിഗ്രിയോളം നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ ഇറ്റ് ലോസസ് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ബിക്കംസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സത്തെ 393 കെൽവിൻ ചൂടാക്കുമ്പോൾ അത് 2H2O ഉള്ളതിൽ 1.5 H2O നഷ്ടപ്പെടുകയും CaSO4 twice H2O, ഓർ ഇതിനെ നമ്മൾ എഴുതുന്ന 2 തരം ഓർക്കണം, CaSO4 half H2O, both are the same. This is called plaster of Paris. So plaster of Paris is prepared by heating gypsum to 393 Kelvin. Plaster of Paris is used for making statues. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വെള്ളം ചേർത്താൽ അല്പസമയത്തിന് ശേഷം അത് കട്ടിയാവുകയും അതിന് വോളിയം കൂടുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായി മൗൾഡുകളുടെ ഷേപ്പിലുള്ള സ്റ്റാച്ചുകൾ നിർമ്മിക്കുന്നതിന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മെ സഹായിക്കുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് വൈഡ്ലി യൂസ്ഡ് നോട്ട് ഓൺലി ഫോർ മേക്കിംഗ് സ്റ്റാച്യൂസ് ബട്ട് ഓൾസോ ബോൺ ഫ്രാക്ചർ. നമുക്കറിയാം, എല്ല് പൊട്ടിയാൽ പ്ലാസ്റ്റർ ചെയ്യുന്നതിനൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നു. സിമിലർലി ഫോർ സീലിംഗ് പർപ്പസസ്, സീലിങ്ങുകൾക്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇനി 4ാമത്തെ പ്രധാന കോമ്പൗണ്ട് എന്ന് പറയുന്ന കാൽഷ്യത്തിൻ്റെത് ലൈംസ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല്, കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് സാധാരണ നമുക്ക് ഭൂമിയിൽ നിന്ന് പ്രകൃതിദത്തമായി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാൽഷ്യം കാർബണേറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് കാൽഷ്യം കാർബണേറ്റ് നിർമ്മാണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ലേക്കഡ് ലൈമിനെ കാർബൺ ഡയോക്സൈഡ് കടത്തിവിട്ട് കാൽഷ്യം കാർബണേറ്റ് നിർമ്മിക്കാം. പക്ഷേ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് കടത്തിവിട്ടാൽ കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ബൈകാർബണേറ്റായി മാറിയേക്കാം. കാൽഷ്യം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേരുമ്പോൾ കാൽഷ്യം ക്ലോറൈഡും കാർബൺ ഡയോക്സൈഡ് ഗ്യാസും കിട്ടും. ഈ ലാബിൽ കാർബൺ ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡുകളിൽ ഒന്നാണത്.
കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രധാന ഉപയോഗമാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്വിക്ലൈൻ, യൂസ്ഡ് ഇൻ അമോണിയ സോൾവേ പ്രോസസ്. നമുക്കറിയാം അമോണിയ സോൾവേ പ്രോസസ്സിൽ പ്രധാന റോ മെറ്റീരിയലായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോഴ്സായി കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ ഉപയോഗിക്കുന്നു. മറ്റൊന്ന് മൈൽഡ് ആൻറ്റാസിഡ്. ടൂത്ത് പേസ്റ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റുകളിൽ തിക്നറായിട്ട് അബ്രസീവായിട്ടും നമ്മൾ കാൽഷ്യം കാർബണേറ്റ് പൊടിച്ച് ചേർക്കാറുണ്ട്. അതാണ് ടൂത്ത് പേസ്റ്റിൻ്റെ കട്ടിപ്പിന് പ്രധാനപ്പെട്ട കാരണം എന്ന് കൂടി അറിയുക. ഈ ചാപ്റ്ററിൽ നമുക്ക് ഒടുവിൽ കേൾക്കാതെ വയ്യ സിമെൻറ്റ്. നമുക്കറിയാം ജോസഫ് ആസ്പിഡിൻ എന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് സിമെൻറ്റ് കണ്ടെത്തിയത്. ജോസഫ് ആസ്പിഡിൻ നമ്മൾ കേട്ടിട്ടുള്ള ഹിസ്റ്ററിയിലൊക്കെ കേട്ടിട്ടുള്ള വലിയ വലിയ സംസ്കാരങ്ങൾ, ഹാരപ്പ മോഹൻജോദാരോ സംസ്കാരങ്ങൾക്കൊക്കെയും പക്ഷെ ഒരു ബഹുനില ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. ആ കഴിവിലേക്ക് മാനവരാശിയെ എത്തിച്ചത് തീർച്ചയായിട്ടും സിമെൻറ്റിൻ്റെ കണ്ടെത്തലായിരുന്നു. ഈ സിമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് കാൽഷ്യം സിലിക്കേറ്റ്സ് ആൻഡ് കാൽഷ്യം അലൂമിനേറ്റ്സ്. അലൂമിനേറ്റുകളുടെയും സിലിക്കേറ്റുകളുടെയും ഒരു കോംപ്ലക്സ് മിക്സ്ചറാണ് സിമെൻറ്റ്. അതുകൊണ്ട് തന്നെ സിമെൻറ്റിന് ഒരു കെമിക്കൽ ഫോമുലയെ നമുക്ക് എഴുതാൻ കഴിയില്ല, കാരണം അതിൽ ഒരുപാട് കമ്പണൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോ മെറ്റീരിയലുകൾ ഒന്ന് ക്ലേ ആണ്, കളിമണ്ണാണ്, മറ്റൊന്ന് ലൈം സ്റ്റോൺ, നേരത്തെ നമ്മൾ പറഞ്ഞ ചുണ്ണാമ്പ് കല്ലാണ്, പിന്നെ ചെറിയ അളവിൽ ജിപ്സവുമാണ്. The three raw materials used for the production of cement are clay, limestone and gypsum. എങ്ങനെയാണ് സിമെൻറ്റ് നിർമ്മിക്കുന്നത്? സിമെൻറ്റ് നിർമ്മിക്കുന്നത് ക്ലേ കളിമണ്ണും ലൈംസ്റ്റോൺ ചുണ്ണാമ്പുകല്ലും ആവശ്യമായ അളവിൽ അനുപാതത്തിൽ എടുത്ത് നന്നായി പൊടിക്കും. എന്നിട്ട് ഒരു റോട്ടറി കിലനിലിട്ട് 1500 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കും. ഇങ്ങനെ റോട്ടറി ചൂളയിൽ വെച്ച് 1500 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിമെൻറ്റ് ക്ലിങ്കർ എന്ന കോംപ്ലക്സാണ്. ഈ സിമെൻറ്റ് ക്ലിങ്കറിനെ വീണ്ടും പൊടിച്ച് അതിലേക്ക് 8% ജിപ്സം ചേർത്താണ് സിമെൻറ്റ് തയ്യാറാക്കുന്നത്. സോ സിമെൻറ്റ് തയ്യാറാക്കുന്നത് ക്ലേയും ലൈംസ്റ്റോണും നെസസറി പ്രൊപ്പോർഷനിൽ എടുത്ത് നന്നായി പൊടിച്ച് അതിനെ 1500 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുമ്പോൾ കിട്ടുന്ന സിമെൻറ്റ് ക്ലിങ്കറിനെ വീണ്ടും പൊടിച്ച് അതിലേക്ക് ജിപ്സം ചേർത്താണ് സിമെൻറ്റ് തയ്യാറാക്കുന്നത്. സിമെൻറ്റിലേക്ക് ജലം ചേർക്കുമ്പോൾ അതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. അതുകൊണ്ട് സിമെൻറ്റ് കയ്യിലെടുത്ത് വെള്ളത്തിൽ കലക്കുമ്പോൾ കൈക്ക് പൊള്ളലേറ്റേക്കാം. അതേപോലെ നാം സാധാരണ സിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ സിമെൻറ്റിലേക്ക് സിമെൻറ്റ് മാത്രം ഡയറക്റ്റ് ഉപയോഗിക്കാതെ വാട്ടറും സാൻഡും ചേർക്കുന്നു. സിമെൻറ്റ്, വാട്ടർ, സാൻഡ് ഇവ ചേർന്ന മിക്സ്ചറിനെ നാം മോർട്ടാർ എന്നാണ് വിളിക്കുന്നത്. ഇതിലേക്ക് ഗ്രേവൽ, കല്ല് ചേർത്ത് കഴിഞ്ഞാൽ അതിനെ നാം കോൺക്രീറ്റ് എന്നും വിളിക്കും. സിമെൻറ്റ് ഒരു നല്ല മികച്ച ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് പ്രയോജനപ്പെടുന്നു. നാം സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റാഡിയം. നിങ്ങൾ എപ്പോഴും കൂടുതൽ കേട്ടിട്ടുള്ളത് മെഗ്നീഷ്യവും കാൽഷ്യവും തന്നെ. മെഗ്നീഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് ATP ട്രാൻസ്ഫർ തന്നെയാണ്. ATP ട്രാൻസ്ഫർ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ട്രാൻസ്ഫറുകളിൽ മെഗ്നീഷ്യം എന്ന എലമെൻറ്റിൻ്റെ സാന്നിധ്യം പ്രധാനമാണ്. മറ്റൊന്ന് മരങ്ങളുടെ ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ക്ലോറോഫിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ ഗ്രീൻ പ്ലാന്റ്സിനെ സജ്ജമാക്കുന്നതിന് ക്ലോറോഫിൽ വേണം. ഈ ക്ലോറോഫിലിലെ പ്രധാനപ്പെട്ട സാന്നിധ്യമാണ് മെഗ്നീഷ്യം. രണ്ടാമത്തെ അടുത്ത എലമെൻ്റായ കാൽഷ്യത്തെ നോക്കുമ്പോൾ കാൽഷ്യം നമ്മളെ എല്ലുകളെയും പല്ലുകളെയും ബലപ്പെടുത്തുന്ന കോമ്പൗണ്ടാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്, CA3PO4 എല്ലിനും പല്ലിനും ബലം നൽകുന്ന കാൽഷ്യം കോമ്പൗണ്ടാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. കാൽഷ്യത്തിൻ്റെ മറ്റൊരു ഉപയോഗമാണ് ന്യൂറോമസ്കുലാർ ട്രാൻസ്മിഷൻ. നമ്മുടെ ന്യൂറോമസ്കുലാർ ട്രാൻസ്മിഷനിൽ കാൽഷ്യം പ്രധാന റോള് വഹിക്കുമ്പോൾ അതേപോലെ ബ്ലഡ് കൊയാഗുലേഷൻ, രക്തം കട്ട പിടിച്ച് അമിതമായി ബ്ലീഡിങ് സംഭവിക്കാതെ നമ്മുടെ ബോഡിയെ സംരക്ഷിക്കുന്നതിലും കാൽഷ്യം അയോണുകൾ പ്രധാന പങ്കുവഹിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. ഇതോടുകൂടി നമ്മുടെ CS ബ്ലോക്ക് എലമെൻറ്റ്സ് 2 ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും ഉൾപ്പെട്ട S ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ പഠനം അവസാനിക്കുകയാണ്.